ശബരിമല നട അടച്ചു. ശബരിമല ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നട അടച്ചു. പന്തളം രാജപ്രതിനിധി പുണർത്തം നാൾ നാരായണ വർമ്മയുടെ ദർശനത്തിന് ശേഷം രാവിലെ 6:45-നാണ് നട അടച്ചത്. മേൽശാന്തി ഇ. ഡി. പ്രസാദ് നമ്പൂതിരി അയ്യപ്പവിഗ്രഹത്തിൽ വിഭൂതിഭിഷേകം നടത്തി കഴുത്തിൽ രുദ്രാക്ഷമാലയും കൈയിൽ യോഗദണ്ഡും അണിയിച്ചു. ഹരിവരാസനം ചൊല്ലി വിളക്കണച്ച് ശ്രീകോവിലിന് പുറത്തിറങ്ങി നടയടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിക്ക് നൽകി. 18-ാം പടിയിറങ്ങി ആചാരപരമായ ചടങ്ങ് നടത്തി താക്കോൽക്കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ്. ശ്രീനിവാസൻ രാജപ്രതിനിധി കൈമാറി. മാസപൂജ ചെലവുകൾക്കുള്ള പണക്കിഴിയും നൽകി യാത്രയായതോടെ ഈ വർഷത്തെ മണ്ഡല തീർത്ഥാടനത്തിന് പരിസമാപ്തിയായി. ഒരു അനുഗ്രഹ വർഷം ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ ആ തിരുസന്നിധാനത്തിൽ നിന്നും രാജപ്രതിനിധി ഇപ്പോൾ മടങ്ങുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ആ ഭഗവാന്റെ തിരുസന്നിധാനം ഒന്നാകെ കടന്നു പോയത്. എന്തായാലും പിന്നെ നാരായണ വർമ്മ കൂടാതെ സംഭവിച്ചത് ഇത് വലിയ വിനിയോഗമായി തന്നെ ആണ് ഈ ആ ചടങ്ങുകൾ തന്നെയാണ് പ്രധാനമായും എടുത്ത് പറയുകയും ചെയ്യേണ്ടതെന്നാലും ആ പൊന്നു 18-ാം പടി ഇറങ്ങി വലിയ നടപ്പന്തലിലേക്ക് കാത്തിരിക്കുന്ന ഭക്തർക്കൊക്കെ തന്നെ ഒരു അനുഗ്രഹകാലം അളമുറിയാത്ത ഭക്തജന പ്രവാഹമായിരുന്നു ആ ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് ഉണ്ടായിരുന്നത്. ആ ഭഗവാന്റെ തിരുസന്നിധാനത്തെ ആ തുടങ്ങിയിരിക്കുകയാണ്. 18-ാം പടി ഇറങ്ങി താഴെ എത്തി താക്കോൽക്കൂട്ടം തിരികെ ദേവസ്വം അധികൃതരെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹം തിരികെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 3 നാൾ നീണ്ടു നിൽക്കുന്ന പന്തളത്തിൽ അതിനുശേഷമാണ്